ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ഏറ്റവും വിശിഷ്ടരും ശ്രേഷ്ഠരുമായ ദൈവമക്കൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം ചിന്തിച്ചു വരുന്ന ഒരു വാക്യം, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവ മൂലമാണ് ദൈവസ്നേഹം ഉളവാകുന്നത്. നിർവ്യാജമായ വിശ്വാസമാണ് ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നാം ചിന്തിച്ചത്. നിർവ്യാജമായ വിശ്വാസമുണ്ടെങ്കിൽ നിർവ്യാജമായ സ്നേഹം ഉളവാകും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. നിർവ്യാജമായ സ്നേഹം, ആത്മാർത്ഥതയുള്ള സ്നേഹം, ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം. അത് യേശുക്രിസ്തുവിനോട് സ്നേഹം, സകല മനുഷ്യരോടും സ്നേഹം, എല്ലാറ്റിനോടും സ്നേഹം. അതാണ് ദൈവസ്നേഹം. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മിൽ നിറഞ്ഞാൽ പ്രകൃതിയിലെ കാഴ്ചകളെപ്പോലും നാം സ്നേഹിച്ചു പോകും. അതെല്ലാം നമുക്ക് മാധുര്യമായി തോന്നും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം യേശുക്രിസ്തുവിലുള്ള നിർവ്യാജമായൊരു വിശ്വാസമാണ്. നിർവ്യാജ വിശ്വാസം. ക്രിസ്തു അകത്തു വന്നാൽ നിർവ്യാജമായ ആ വിശ്വാസവും നിർവ്യാജമായ സ്നേഹവും നമ്മിൽ ഉളവാകും. ഈ നിർവ്യാജമായ വിശ്വാസം നാം പ്രാപിച്ചില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ഒരു പരാജയമായി പോകും. കുറേ കാലമെല്ലാം നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. കൂട്ടായ്മയും പ്രസംഗവും ഗാനങ്ങളും പള്ളിയും ആരാധനയും നോമ്പും എല്ലാമായിട്ട് നാം ഇങ്ങനെ മുന്നോട്ടങ്ങ് പോകും. പക്ഷേ വിശ്വാസം നിർവ്യാജമാണെങ്കിൽ ഇതെല്ലാം അതിൻ്റെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ആഴത്തിലേക്ക് നാം ഇറങ്ങിക്കൊണ്ടിരിക്കും. ഉപരിപ്ലവമായ ഏതെങ്കിലും ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ നാം തങ്ങി നിൽക്കുകയില്ല. ഉപരിപ്ലവമായ ചടങ്ങുകളിൽ നാം തങ്ങി നിൽക്കുകയില്ല. ഒരു കൂട്ടായ്മയിലാണെങ്കിൽ ആ കൂട്ടായ്മയിലെ പുറമേയുള്ള കാര്യങ്ങളോ അതിൻ്റെ കെട്ടുപാടുകളോ അതിൻ്റെ ഭരണ സംവിധാനങ്ങളോ ഇതൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നിർവ്യാജമാണെങ്കിൽ നാം ആഴങ്ങളിലേക്ക് ഇറങ്ങും. ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങും. ആഴത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിൽ അങ്ങോട്ട് ആഴത്തിൽ വേരൂന്നിരിക്കുന്ന വിശ്വാസം, ക്രിസ്തുവിനെ പിരിഞ്ഞ് എനിക്കൊരു നാഴിക പോലും ഇരിക്കാൻ പറ്റുകയില്ലാത്തൊരു വിശ്വാസം. ഇതൊക്കെ സ്വയം ശോധന ചെയ്യണം നാം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ഒരു സാധാരണ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഇങ്ങനെ ഒരു കാര്യം നാം അനുഭവിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിക്കുക. ഞാൻ ആരെയും വിധിക്കുകയല്ല. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ പോലും പലരുടെ ഹൃദയം യേശുവിൽ ഏകാഗ്രമല്ല. പുറമേയുള്ള അവിടെ നടക്കുന്ന ചടങ്ങുകൾ, മനുഷ്യരിൽ എല്ലാം നമ്മുടെ നോട്ടവും ശ്രദ്ധയും പോകും. പലരും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. എന്നാൽ ക്രിസ്തുവിൽ വേരുറച്ച, ആ സ്നേഹത്തിൽ വേരുറച്ച, ആ വിശ്വാസത്തിൽ വേരുറച്ച ഒരു വ്യക്തി ഈ ആരാധനകളിലെല്ലാം അതിൻ്റെ ആത്മാവിൽ അനുഭവിച്ചാൽ, അതിൽ സംബന്ധിച്ചാൽ നമ്മുടെ ഹൃദയം തകർന്നു പോവും, കരഞ്ഞു പോവും. എൻ്റെ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവർ. പണ്ടെല്ലാം ഞാൻ ഇതുപോലെ ഒന്നും അനുഭവിക്കാതെ പുറമേയുള്ള കാര്യങ്ങൾ തൃപ്തിപ്പെട്ട് പാട്ടുപാടിയും ഗാനം ചൊല്ലിയും ശ്രീഹ വായിച്ചും എല്ലാം ഞാനിങ്ങനെ മുന്നോട്ട് പോയ ഒരാളാണ്. പക്ഷേ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിച്ചം വീശി ദൈവദാസൻ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാഹിബിൽ കൂടെ ക്രിസ്തീയ ആരാധന എന്താണ്, സഭ എന്താണ്, ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ചലനമുണ്ടായത്. യേശുക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസവും വേരുറച്ച വിശ്വാസവും അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലായത്.
ജീവിതം മുഴുവനായി ക്രിസ്തുവിന് കൊടുത്തു എന്ന ഉറപ്പ് പ്രാപിക്കുന്നത്, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നു എന്നുള്ള ഉറപ്പ് പ്രാപിക്കുന്നത്, പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പ്. അതുകൊണ്ട് തന്നെ എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മറ്റാരേക്കാൾ കൂടുതൽ എൻ്റെ അപ്പനേക്കാളോ അമ്മയേക്കാളോ സഹോദരങ്ങളെക്കാളോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെക്കാളോ എല്ലാവരേക്കാൾ ഉപരി എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ യേശുവാണ്. ആ ഒരു വെളിച്ചം പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലേക്ക് പായി കിട്ടിയപ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആരാധന, സ്തുതി, നന്ദി ഉയർന്നു വന്നത്. അതാണ് ആരാധന. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഇടപെടാതെ അർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. അതുപോലെ അവർ പറഞ്ഞു, ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. അതാണ് കുർബാന, അതാണ് ആരാധന. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല പ്രിയപ്പെട്ടവർ, ഒരുപാട് ചിന്തിക്കാനുണ്ടതല്ല. എന്നാൽ ഈ ആഴത്തിലുള്ള വിശ്വാസം, നിർവ്യാജമായൊരു വിശ്വാസം, ആ വിശ്വാസം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം തകരും. തീമോത്തിയോസിന് എഴുതിയ 1-ാം അധ്യായത്തിൻ്റെ 1 തീമോത്തിയോസ് 1:18 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചപ്പോൾ നാം കണ്ടു, വിശ്വാസക്കപ്പൽ തകർന്നുപോയി. പലരുടെയും വിശ്വാസക്കപ്പൽ തകർന്നുപോയി. വിശ്വാസക്കപ്പൽ തകർന്നുപോയി. വായിക്കാം. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഹുമനയോസും അലക്സാണ്ടറും ആ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, ക്രിസ്തീയ ജീവിതം തുടങ്ങിയവരാണ്, വേല ചെയ്തവരാണ്, ശുശ്രൂഷ നടത്തിയവരാണ് അലക്സാണ്ടറും രൂഫോസും. ദൈവത്തിന് സ്തോത്രം. തീമോത്തിയോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, മകനെ തീമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായ അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഐ ഹാഡ് ടു ഗിവ് ദം ഓവർ ടു സൈറ്റൻ ടു പണിഷ് ദം. അവരെ ശിക്ഷിക്കാൻ ഞാൻ സാത്താനെ ഏൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് കൈവിട്ടു. അവരെ ശിക്ഷിക്കാൻ ഞാൻ സാത്താനെ ഏൽപ്പിച്ചു. ഐ ഹാഡ് ടു ഗിവ് ദം ഓവർ ടു സൈറ്റൻ ടു പണിഷ് ദം അണ്ടിൽ ദേ കുഡ് ലേൺ നോട്ട് ടു ബ്രിങ് ഷെയിം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് അപമാനം വരുത്താതിരിക്കാൻ, ലജ്ജ വരുത്താതിരിക്കേണ്ടതിന് യേശുവിനെ ദൂഷണം പറയാൻ തുടങ്ങി. ദൂഷണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ദുഷിക്കുവാനുള്ള ഇടയുണ്ടാക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ സാത്താനെ ഏൽപ്പിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. നോട്ട് ടു ബ്രിങ് ഷെയിം ടു ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ പ്രകൃതം കൊണ്ടോ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ദൈവനാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത്. കാരണം അത് വിശ്വാസക്കപ്പൽ തകർന്നു പോകുന്നതിൻ്റെ ലക്ഷണമാണ്. മുന്നോട്ട് പോവുകയില്ല. ആ ജീവിതം ഒരിക്കലും യേശുക്രിസ്തുവിനോട് കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ കൈവിട്ട് കളയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഈ വിശ്വാസക്കപ്പൽ തകർന്ന് പോയത് എന്നുള്ളത് ഇവിടെ കാണാം. ഒന്ന്, അവർ വചനം അവരനുസരിച്ചില്ല. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 പത്രോസ് 2:6 മുതലുള്ള വാക്യം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് നാം തിരുവെഴുത്തുകളിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പോലെ നമ്മൾ വായിച്ചത് എന്താണ്? ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു.
ദൈവത്തിന് സ്തോത്രം. ഒരു മൂലക്കല്ല്, ക്രിസ്തു മൂലക്കല്ല്, ക്രിസ്തുവാകുന്ന മൂലക്കല്ല് ഞാൻ സിയോനിൽ അടിസ്ഥാനമായിട്ടിടുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് യേശു ക്രിസ്തു, ആ മൂലക്കല്ല്. എന്താണ് പ്രത്യേകത? അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ലജ്ജിച്ചു പോകാതെ, ലജ്ജിപ്പാൻ വകയില്ലാത്ത സാക്ഷികളായി, വേലക്കാരായി നിങ്ങൾക്ക് നിൽക്കാം. യേശുക്രിസ്തു ആവുന്ന മൂലക്കല്ലിൽ ഉറച്ചാൽ. ദൈവത്തിന് സ്തോത്രം. പിന്നെ വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു. അവൻ മൂലക്കല്ലാണ്, പക്ഷേ അത് ഇടർച്ചക്കല്ലായി മാറും. അതിൽ തട്ടി വീഴാനിടയുണ്ട്. ആ മൂലക്കല്ലിൽ തട്ടി വീഴാനിടയുണ്ട്. ആര്? ദൈവത്തിൻ്റെ വചനം. അവർ വചനം അനുസരിക്കായകയാൽ. വചനമാണ് അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലേക്ക് നോക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവവചനമാണ് അടിസ്ഥാനം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മോടുകൂടെ ഈ വചനം വായിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വചനമാണ് അടിസ്ഥാനം. ഏത് കാര്യത്തിനും വചനത്തിലേക്ക് നോക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർ വചനമനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു. അതിനവരെ വെച്ചുമിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ലഭിച്ചാൽ അനുസരിച്ചേ പറ്റൂ. അനേകം അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വചനം തന്നിട്ട് അനുസരിക്കാതെ പോയതുകൊണ്ട് ദോഷം വന്നിട്ടുള്ളവരുണ്ട്. എനിക്കും വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ ശാസന കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ഡിസിപ്ലിൻ എനിക്ക് ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ ആ ബന്ധപ്പെട്ടുള്ള ആ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ കിട്ടിയതായ ശാസനകളും കിട്ടിയ ആത്മാവിൻ്റെ ആ പ്രകാശവും വെളിച്ചവും ഉപദേശങ്ങളും, പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ആഴങ്ങളും, എൻ്റെ ദൈവമേ, അതൊരിക്കലും മറക്കാവുന്ന കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എനിക്കതുകൊണ്ട് ഈ ലോകത്ത് മറ്റാരെയും എനിക്ക് നോക്കാൻ തോന്നുന്നില്ല. എനിക്ക് മറ്റാരിലേക്ക് എൻ്റെ ആശ്രയം പോവുകയില്ല. വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ. ചാഞ്ചാടിയും മാറി നിൽക്കേണ്ടതല്ല ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അതിൽ ആശ്രയം വെച്ചാൽ അത് ക്രിസ്തു എന്ന മൂലക്കല്ലിലാണ് പിടിച്ചിരിക്കുന്നത്. മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാതെ നാം വചനത്തിന് വില കൊടുക്കാതെ ഇരുന്നാൽ അത് ഇടർച്ചക്കല്ല് തന്നെ ആയി മാറും. മൂലക്കല്ല് തന്നെ ഇടർച്ചക്കല്ലായി മാറും. തടങ്ങൽ പാറ, ദൈവമേ, ദൈവത്തിന് അതൊരു വലിയ ഒരു തടങ്ങൽ പാറ എന്ന് വെച്ചാൽ ബന്ധനത്തിലായി പോകും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ വന്നാൽ, വിശ്വസിക്കാതെ വന്നാൽ, വചനത്തിൽ വേരൂന്നാതെ വന്നാൽ, നിർവ്യാജമായ വിശ്വാസം ലഭിക്കാതെ വന്നാൽ നാം വലിയ പൈശാചിക ബന്ധനത്തിലായി പോകും. തടങ്ങൽ പാറ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. വചനം അനുസരിക്കാത്തതാണ് വിശ്വാസക്കപ്പൽ തകർന്നു പോകാൻ കാരണം. ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ അനുസരിക്കണം പ്രിയരെ. വചനത്തിന് വില കൊടുക്കണം. നല്ല മനസാക്ഷിയോടെ സ്വീകരിക്കണം. അത് ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിക്കണം. ആ വചനം അനുസരിക്കാൻ ഓരോ ദിവസവും നമ്മൾ വചനം ഓർത്ത്, ആ വചനം ധ്യാനിച്ച്, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഈ വിശ്വാസക്കപ്പൽ തകരാൻ കാരണം പാപം വിടാൻ മനസ്സില്ല. വചനം കേട്ടിട്ടും അനുസരിക്കുന്നില്ല. പാപം വിടാൻ മനസ്സില്ല. ദൈവത്തിന് സ്തോത്രം. തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. 1 തീമോഥെയോസ് 1:12 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനും നേടി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ദൈവം നോക്കുമ്പോൾ ഒരു വിശ്വസ്തൻ, വേല ഭരമേൽപ്പിക്കാവുന്ന ഒരു വിശ്വസ്തൻ ആണോ പ്രിയപ്പെട്ടവരെ? കൊതിക്കണം നാം. എൻ്റെ കൊതിയാണ്. ദൈവമേ, ദൈവം നോക്കുമ്പോൾ വേല ഭരമേൽപ്പിക്കാവുന്ന ഒരു വിശ്വസ്തനെ കണ്ടുപിടിക്കുന്നു. ദൈവത്തിന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ അവനെ സ്തുതിക്കുന്നു. കാരണം ഞാൻ വേല ഭരമേൽപ്പിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ വിശ്വസ്തനെന്നെണ്ണി. സ്തോത്രം. ഞാൻ ഒരു കാലത്ത് അങ്ങനെ യോഗ്യനായിരുന്ന ഒരാളല്ല. തുടർന്ന് നമുക്ക് വായിക്കാം. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. മുമ്പേ എൻ്റെ ചരിത്രം നോക്കിയാൽ ഒരിക്കലും കർത്താവിന് എന്നെ വിശ്വസ്തനെന്ന് എണ്ണാൻ പറ്റുകയില്ലായിരുന്നു. പക്ഷേ ആ സ്വർഗീയ സ്നേഹം, ആ സ്വർഗത്തെ തീ എന്നിലേക്ക് ഇറങ്ങി കത്തിയപ്പോൾ
എന്നെ യേശുവിൻ്റെ സ്നേഹം സന്ധിച്ചപ്പോൾ, യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ആ ഇമ്പനാദം കേട്ടപ്പോൾ, സ്നേഹാർദ്രമായ ശബ്ദം കേട്ടപ്പോൾ ഞാൻ തകർന്നു, ഞാൻ വീണു. ദൈവത്തിന് സ്തോത്രം. ഞാനല്ലാതെ ആയിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. എന്നാൽ ആ കാലത്ത് ഞാൻ ഉപദ്രവിയും നിഷ്ഠൂരനും ദൂഷകനും ആയിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. മനഃപൂർവ്വമല്ല, എൻ്റെ സഭയോടുള്ള ഭക്തി കൊണ്ടാണ്, എൻ്റെ മതത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്, അതിലുള്ള എൻ്റെ ആശ്രയമാണ് എന്നെ അന്ന് അതിന് പ്രേരിപ്പിച്ചത്. പ്രിയപ്പെട്ടവർ, എന്നാൽ അറിയാതെ ചെയ്തു. ഞാൻ അറിയാതെ യേശുവിനെയാണ് ഉപദ്രവിക്കുന്നതെന്ന് അറിയാതെയാണ് ഞാൻ അതെല്ലാം ചെയ്തത്. ദൈവമക്കളെ ഉപദ്രവിക്കുകയും സ്തേഫാനോസിനെ കല്ലെറിയുന്നതിന് നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്തത് അറിയാതെയാണ്. ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയതാണ്. ദൈവത്തിന് സ്തോത്രം. അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ദൈവം എത്ര നല്ലവൻ പ്രിയപ്പെട്ടവർ. അറിയാതെ ചെയ്ത എത്രയോ പാപങ്ങൾ, അറിഞ്ഞോ അറിയാതെയും ചെയ്ത എത്രയോ പാപങ്ങൾ കർത്താവ് നമുക്ക് ക്ഷമിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടവരെ. തിരിഞ്ഞു നോക്കിയാൽ കാണാം, ദൈവമേ ഒരിക്കലും അർഹതയില്ലാത്ത സ്നേഹം കരുണയാണ് ദൈവം എനിക്ക് തന്നത്. ഒരു കാലത്ത് ഞാൻ എങ്ങനെ ജീവിച്ചവനാണ്, എൻ്റെ ജീവിതം എന്തായിരുന്നു, തിരിഞ്ഞു നോക്കണം പ്രിയപ്പെട്ടവരെ. എത്ര അശുദ്ധിയിൽ ജീവിച്ചവനാണ്, മദ്യപാനത്തിലും വെറുക്കൂത്തിലും. ദൈവമേ സ്തോത്രം. ഈ ലോകപ്രകാരമുള്ള എല്ലാ വേൾഡ്ലി പ്രഷേഴ്സ്, സിനിമയും ബ്ലൂ ഫിലിമും, അങ്ങനെ എന്തെല്ലാം വളരെ മോശമായ രീതിയിൽ കൂടെ ജീവിച്ചു പോയി പ്രിയപ്പെട്ടവരെ. മദ്യപാനം, കുടുംബം കലക്കുന്ന സ്വഭാവം, ഭാര്യയെ തല്ലുന്ന സ്വഭാവം, എന്തെല്ലാം പ്രിയപ്പെട്ടവരെ എല്ലാം ജീവിതത്തിലുണ്ടായിരുന്നല്ലോ. അല്ല, നുണ പറയുകയും മോഷണവും വ്യാജഭാവവും, ദൈവമേ മറ്റുള്ളവരോട് വഴക്ക് കൂടുന്ന സ്വഭാവവും എല്ലാമായി നടന്ന എത്രയോ പേര് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പലരും സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്നോട് എല്ലാം ക്ഷമിച്ചു. ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചു. കർത്താവിൻ്റെ കരുണ ലഭിച്ചു. എത്ര നീചമായ പാപം ചെയ്തവനെയും കർത്താവ് സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്നേഹം മാത്രമാണ്. അപ്പോസ്തലന് കിട്ടിയ ആ സ്നേഹം, ഞാൻ ഉപദ്രവിയും നിഷ്ഠൂരനും ആയി ജീവിച്ചു, തൻ്റെ വചനത്തെ ഞാൻ അവിശ്വസിച്ചു പോയി, ദൈവ വേലക്കാരെ ഞാൻ ഉപദ്രവിച്ചു, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് എനിക്ക് കർത്താവിൻ്റെ കൃപ ലഭിച്ചു. അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട്, നമ്മുടെ അജ്ഞാനകാലത്ത്, ഒന്നും അറിയാതിരുന്ന കാലത്ത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം അറിയാതെ ചെയ്ത കാലം, ദൈവമേ, നാം ഒരു സമയത്ത് ദൈവത്തിൻ്റെ വചനം കേട്ടു. വചനം കേട്ടപ്പോൾ യേശുവിൻ്റെ സ്നേഹം എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ പാപം എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി. എൻ്റെ കണ്ണിന് മുമ്പിൽ അവയെല്ലാം എൻ്റെ കർത്താവ് നിരത്തി വെച്ചു. മോനെ, ഇതെല്ലാം ഞാൻ ചെയ്തു. ഇത്രയേക്കാൾ ഞാൻ നിന്നോട് മിണ്ടിയില്ല, ഞാൻ നിന്നോട് അതിൻ്റെ പകരം ചോദിച്ചില്ല. നിന്നെ ശിക്ഷിക്കാതെ എല്ലാം നിൻ്റെ കണ്ണു മുമ്പിൽ നിരത്തി വെച്ച് ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നിൻ്റെ കണ്ണ് തുറന്ന് നിൻ്റെ ഈ പാപങ്ങളെല്ലാം കാണാൻ നിനക്ക് ഇന്ന് വെളിച്ചം കിട്ടിയല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടപ്പോൾ, വചനം സ്വർഗത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ നിനക്ക് പാപബോധം ലഭിച്ചല്ലോ. നീ എന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്ന് നിനക്കിപ്പോൾ ബോധ്യം കിട്ടിയല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യം കിട്ടുമ്പോൾ ഹൃദയം തകർന്ന് കരയുവാൻ തുടങ്ങുകയാണ്. കർത്താവിൻ്റെ തൃപ്പാദത്തിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, അവിടെ വേറൊരു കളങ്കവുമില്ല, ആരെയും നോക്കുന്നില്ല, ഹൃദയം പൊട്ടിക്കരയുന്നതായൊരു അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. തകർന്നുറങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ എന്നെ നിരസിക്കുകയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ 3 വർഷം ദൈവസന്നിധിയിലേക്ക് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മാറിയിരുന്ന് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ആ സ്നേഹം അത്യന്തം വർദ്ധിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹം അത്യന്തം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം അവനുള്ള വിശ്വാസം എന്നിൽ വേരോടിക്കെട്ടി. നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. കൃപ വർദ്ധിക്കുന്നത് ക്രിസ്തുവിനുള്ള വിശ്വാസവും സ്നേഹവും മൂലമാണ്. ഒരിക്കൽ കൃപ ലഭിച്ചു, ആ കൃപ പിന്നെ വർദ്ധിച്ച് വരികയാണ്. പ്രിയപ്പെട്ടവരെ, കൃപ പെരുകി വരികയാണ്.
ദൈവത്തിന് സ്തോത്രം. തന്നെ പെരുകുന്നതാണ് കൃപ. ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്കൊരു വ്യവസ്ഥയേ ഉള്ളൂ. നിനക്കൊരു വിശ്വാസം, നിർവ്യാജമായ വിശ്വാസം ക്രിസ്തുവിലുണ്ടോ, കിട്ടിയ കൃപ പെരുകി പെരുകി വരും. ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു, എന്തുമാത്രം കൃപ എനിക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച് നിരാശനായി പ്രിയപ്പെട്ടവർ എന്തിനും ജീവിക്കുന്നു എന്നുള്ള നിരാശയോടെ തല കുമ്പിട്ട് നടന്നവനാണ് ഞാൻ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കൃപ, ഈ വചനം ലഭിച്ചപ്പോൾ, ഈ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. അവൻ്റെ മുമ്പിലിരുന്ന് ഞാൻ കരയുവാൻ തുടങ്ങി. പാപബോധം കിട്ടി. ദൈവമേ, ഒരു കാലത്ത് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ദൈവമേ, യേശുവിനെ അറിയാതെ നടന്ന കാലത്ത് യേശുവിനെ ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ള എൻ്റെ ഹൃദയത്തിലെ ബോധ്യം, ദൈവമേ, അന്നു മുതൽ ആ കൃപ എന്നെ നടത്തുവാൻ തുടങ്ങി. എൻ്റെ കണ്ണീരൊഴുകിയപ്പോൾ കർത്താവിൻ്റെ കൃപ എന്നിലേക്ക് ഒഴുകി വന്നു. കർത്താവിൻ്റെ കരം എന്നെ തൊട്ടു. പ്രിയപ്പെട്ടവർ, എൻ്റെ ഹൃദയത്തെ അവൻ തുറന്നു. പ്രിയപ്പെട്ടവർ, എൻ്റെ ഹൃദയത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. ഞാൻ എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തു. കർത്താവേ, ഇനി മുതൽ ഞാൻ എന്നും നിൻ്റെ വക എന്ന് എൻ്റെ കരങ്ങളെ ഉയർത്തി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ എനിക്ക് സംശയം വന്നിട്ടില്ല. എൻ്റെ യേശുവാണ് എന്നെ പിടിച്ചത്. എനിക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് പെടഞ്ഞ് ക്രൂശിൽ കിടന്ന് വേദനയോടെ പൊടഞ്ഞവനാണ് എൻ്റെ കരങ്ങളിൽ പിടിച്ചത്. പ്രിയപ്പെട്ടവരെ, അവനെന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന ഉത്തമമായ ബോധ്യം എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ സാക്ഷിക്കുമ്പോഴും എൻ്റെ യേശുവിനെയാണ് സാക്ഷിക്കുന്നത്. യേശു ജീവിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യേശുവിൻ്റെ കരം കുറുതായി പോയിട്ടില്ല എന്നാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ സ്നേഹം കുറുതായി പോയിട്ടില്ല. യേശുവിൻ്റെ കരുണ കുറയുകയല്ല, അത് കൂടിക്കൂടി വരികയാണ്. ക്രിസ്തുവിൻ്റെ കൃപ വർദ്ധിച്ച് വരികയാണ്. അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ മക്കളിലേക്ക് പകരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും എൻ്റെ ബന്ധുക്കളിലേക്കും ആ കൃപ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരാൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു മാനസാന്തര അനുഭവത്തിൽ പാപത്തോട് യാത്ര പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആ കൃപ ഇങ്ങനെ വർദ്ധിച്ച് വരും. ആ കൃപ നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് ഓവർഫ്ലോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കിട്ടുവാൻ തുടങ്ങും. മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് സമാധാനം കിട്ടുവാൻ തുടങ്ങും. നിങ്ങൾ മൂലം യേശുവിനെ മറ്റുള്ളവർ അനുഭവിക്കാൻ തുടങ്ങും. പീപ്പിൾ ഷുഡ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു. നിങ്ങളിൽ ക്രിസ്തുവിനെ മടക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സ്പർശം കിട്ടണം, നല്ല സുഗന്ധം കിട്ടണം. പൈശാചികമായ എല്ലാ പ്രവണതകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് യേശു ക്രിസ്തു ആകുന്ന ആ അത്ഭുത പുരുഷൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ആത്മാവിൻ്റെ ഫലങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് പുറപ്പെടണം. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് മധുരം കിട്ടും. നിങ്ങളിൽ നിന്ന് ആ കൃപ അവരിലേക്ക് പകരും. അവരെല്ലാം ആ കൃപയിൽ വർദ്ധിച്ചു വരുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോസ്തലൻ നല്ല ഉറപ്പോടെയാണ് പറയുന്നത്. എന്നിട്ട് ഒരു ഒറ്റ വാക്ക് പിന്നെ എന്താണ്? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുകയാണ്. എനിക്കിപ്പോൾ ഒറ്റ വിശ്വാസം, നല്ല ഉറച്ച വിശ്വാസമാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്നെ രക്ഷിക്കാൻ യേശു വന്നു. എന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിൽ തൂങ്ങി. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും. എങ്ങനെയാണെങ്കിലും വിശ്വസിക്കേണ്ടത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. എല്ലാവരും പ്രിയപ്പെട്ടവർ, യൂണിവേഴ്സലായിട്ട് സഭാവ്യത്യാസമില്ലാതെ സമുദായ വ്യത്യാസമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ചരിത്രത്തിലേക്ക് നോക്കിയാൽ എത്രയോ മഹാരഥന്മാർ ഈ വചനം സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അവരെ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച എത്രയോ ഉന്നതരായ ലോക നേതാക്കളുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്തോത്രം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടുന്നത് എന്തൊരു ഭാഗ്യമാണ്. യേശു ക്രിസ്തു എന്നെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് അവനെ എൻ്റെ കർത്താവ് രക്ഷിതമായി സ്വീകരിക്കുന്ന അത്ഭുതമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയപ്പെട്ടവരെ അപ്പോസ്തലന് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, അത് എന്നെ അവൻ സ്നേഹിച്ചു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആരെ രക്ഷിപ്പാൻ യേശു വന്നുവോ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഇത്രമാത്രം കരുണ എന്നിലേക്ക് എൻ്റെ യേശു ക്രിസ്തു പകർന്നല്ലോ. ഒരു വാക്യം കൂടെ വായിക്കാം. യേശു ക്രിസ്തു എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും
ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ദൈവമേ, സകല ദീർഘക്ഷമയും യേശു ക്രിസ്തു എന്നിൽ കാണിച്ചു, അതിന് എനിക്ക് കരുണ ലഭിച്ചു. ദൈവമേ, ഈ ലോകത്ത് ആരെക്കാൾ കൂടുതൽ കൃപ അനുഭവിച്ചവനാണ് ഞാൻ. ആരെക്കാൾ കൂടുതൽ പാപം ചെയ്തവനാണ്, പാപികൾ ഒന്നാമനാണ്. പക്ഷേ മറ്റാരെക്കാൾ കൂടുതൽ കരുണയെ ലഭിച്ചു. എന്തുമാത്രം പാപബോധം വരുന്നുവോ അത്രമാത്രം കരുണ ആധിക്യം നിങ്ങളിലേക്ക് പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ വചനം സ്വീകരിപ്പാൻ, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റുപറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ആ തീരുമാനം വരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ എൻ്റെ യേശു ആഗ്രഹിച്ചു നിൽക്കുന്നു. ഈ വചനത്തിൽ കൂടെ യേശു ക്രിസ്തു നിങ്ങളുടെ സന്നിധിയിലേക്ക്, നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആണിപ്പാളുള്ള കരങ്ങളും നീട്ടിക്കൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. മോനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. നീ പാപം ചെയ്തു, അനേക പാപം ചെയ്തു. പാപികൾ ഒന്നാമനാണെങ്കിലും ഇതാ ഞാൻ നിനക്ക് അത്യന്തം കരുണ നിങ്ങളിലേക്ക് പകരാൻ പോവുകയാണ്. നിനക്ക് വിശ്വാസമുണ്ടോ? നീ പാപത്തെ ഓർത്ത് കരയുന്നുണ്ടോ? ഞാൻ പാപം ചെയ്തു പോയി കർത്താവേ, നീ അനുതപിക്കുന്നുണ്ടോ? യേശുവേ, ഞാൻ നിനക്കും സ്വർഗത്തിനും വിരോധമായി പാപം ചെയ്തു പോയി എന്ന് നിങ്ങൾ അനുതപിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുന്നുണ്ടോ? യേശു നിങ്ങളെ അനുഗ്രഹിക്കാൻ കരം നീട്ടുകയാണ്. യേശുവേ, ഇപ്പോൾ നിങ്ങളൊരു വാക്ക് പറയൂ. കർത്താവേ, യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ദൈവമേ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. കർത്താവേ, യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി യേശുവേ നിൻ്റെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഞാൻ ജീവിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, പ്രാണപ്രിയനായ യേശുവേ, ഈ സ്വർഗീയമായ സ്നേഹത്തിനായി സ്തോത്രം. നിൻ്റെ കരുണയും കൃപയും, പാപികളെ സ്നേഹിക്കുന്ന അത്യന്ത കൃപയും ദൈവമേ ഞങ്ങളിലേക്ക് ഈ സമയം പകർന്നു തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുവാൻ നിനക്ക് തിരുവള്ളം തോന്നിയതിന് ആ സ്തോത്രം. ആ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ഭാഗ്യം തന്നതിന് ആ സ്തോത്രം. നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.